ജ്യൂസ് കുടിക്കുമായിരിക്കും അല്ലേ? ഏയ് കുർബാന കൂടുക കണ്ടില്ലേ? ചേച്ചിക്ക് പാര വയ്ക്കാൻ മാത്രമല്ല, നല്ല വളിച്ച തമാശ പറയാനും അറിയാം. വളിച്ചതും വിളിച്ചതും നിന്റെ അത്രയും ഇവിടെ ആർക്കും പറ്റില്ല. നീ ഞങ്ങൾക്കെതിരെ കംപ്ലൈന്റ് ചെയ്തു എന്ന് പറഞ്ഞു. ആ അറിഞ്ഞല്ലേ? ചെയ്തു. ഓഫീസിൽ എന്ത് റോങ് കണ്ടാലും ഞാൻ കംപ്ലൈന്റ് ചെയ്യും. അങ്ങനെയാണോ? ഓ, അതായത് സാറ് ഇനി തിരിച്ചു വരുന്നവരെ ഈ ഓഫീസിന്റെ ഇൻചാർജ് എനിക്കാണ്. ഓ, നിന്റെ കയ്യിലായിരിക്കും സാർ വന്നിട്ട് പോയതല്ലേ? അതെ, അതുകൊണ്ട് എവിടെ റോങ് കണ്ടാലും ഞാൻ ഇനിയും കംപ്ലൈന്റ് ചെയ്യും കേട്ടോ. ആ ഇൻചാർജേ നിന്റെ കൈ തന്നെ വെച്ചാൽ മതി, ഞങ്ങൾ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. കഷ്ടകാലത്തിന് വന്നു കയറിയത് നമ്മൾ എടുക്കും അല്ലേ? നമ്മളുടെ കഷ്ടകാലം. നിങ്ങളുടെ കഷ്ടകാലമല്ല, ഞാൻ ഒരുപാട് കമ്പനികൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ നശിച്ച ഒരു ബാച്ച് അതിവിടെ ഉള്ളത്. എന്റെ പൊന്നമ്മയെ, ഞങ്ങൾ സ്കൂളും കോളേജും തൊട്ട് ബാക്ക് ബെഞ്ചിൽ നിന്ന് കേൾക്കുന്ന കാര്യമാണ് ടീച്ചേഴ്സ് പറഞ്ഞ ഈ ഒരു വേർഡ്. അതുകൊണ്ട് നിന്തെങ്കിലും മാറ്റി പിടിക്കും. പുതിയതായിട്ട് എല്ലാം കൊണ്ട് പറ. അതെ, ഈ ബാക്ക് ബെഞ്ചിൽ നിന്നുള്ള കഥകളൊക്കെ ഇവിടെ പലർക്കും അറിയില്ല. അത് അതൊക്കെ പറയാല്ലേ. പിന്നെ നീ ഈ ബാക്ക് ബെഞ്ചിൽ ഇരുന്നോണ്ട് ഇപ്പം ഇവിടം വരെ എത്തിയുള്ളൂ. ഇനി ഞാൻ ബാക്ക് ബെഞ്ചിൽ ഇരുന്നതും നീ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് പഠിച്ചതും എല്ലാം സെയിം തന്നെയാ. രണ്ടുപേരും ഒരേ ഓഫീസിൽ ഒരേ ജോലി ചെയ്തു. അപ്പൊ പിന്നെ ആരാ ജയിച്ചത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു പോസിറ്റിവിറ്റി ഈ കമ്പനിയുള്ളത് ആ മനുഷ്യനായിരുന്നു, ടോം. കഷ്ടം. ഓഹോ, അപ്പൊ നിനക്കും പോസിറ്റിവിറ്റി ടോം തന്നെയാണല്ലേ? അതൊരു വല്ലാത്ത മാജിക് ആവുന്നത്. വരുന്നവർക്കും പോകുന്നവർക്കും എല്ലാം ടോം തന്നെ. അതിന്റെ കാര്യത്തില് വലിയൊരു പ്രശ്നം കഴിഞ്ഞ് നിൽക്കുക. അതുകൊണ്ട് പ്രശ്നം എന്താ? അല്ല, അത് നീ അറിയേണ്ട ആവശ്യമില്ല, നിന്നെ ബാധിക്കുന്നതല്ല. അതുകൊണ്ട് നീയുമായിട്ട് എനിക്ക് അടി ഉണ്ടാക്കാൻ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. ഓക്കെ, ആയിക്കോട്ടെ.